नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने। नमस्ते सारस्वते देवं गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुदं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। यं प्रव्रजन्तमनुपेतमपेदकृत्यम् द्वैपायनो विरहकातराजुहावाम् पुत्रेदि तन्मयतया तरवोऽभिनेदुस्तम् सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावम् अखिलश्रुति सारमेकम् अध्यात्मदीपम् अदितितीर्षदां तमोन्धम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु अभद्रेषु नित्यमभागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्टिकी मुगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपा तमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्णा श्रीमद्भागवतम प्रथम स्कंदम अध्याय 6 श्लोकम 36। सर्वं तदिदमाख्यातं यत्पृष्टो अहं त्वया अनघ जन्म कर्म रहस्यं मे भवदस्तात्मतोषणम्। प्लीज रिपीट। सर्वं तदिदमाख्यातं सर्वं तदिदमाख्यातं यत्पृष्टो अहं त्वया नख यत्पृष्टो अहं त्वया नख जन्म कर्म रहस्यं मे भवदश्चात्मतोषणाम्। सर्वं तदिदमाख्यातं यत्पृष्टो अहं त्वया नघ
സർവം തദിദമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാ നഖ. ജന്മ കർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. സർവം തദിദമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാ നഖ. ജന്മ കർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. സർവം തദിദമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാ നഖ. ജന്മ കർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. സർവം എല്ലാം, തത് അത്, ഇതം ഇത്, ആഖ്യാതം വിശദീകരിച്ചു, യത് എന്തൊക്കെയായാലും, പൃഷ്ട അന്വേഷിക്കയാൽ, അഹം എന്റെ, ത്വയ അങ്ങയാൽ, അനഘ യാതൊരു പാപങ്ങളുമില്ലാതെ, ജന്മ ജനനം, കർമ്മ കർമ്മങ്ങൾ, രഹസ്യം രഹസ്യങ്ങൾ, മേ എന്റെ, ഭവത അങ്ങയുടെ, ച ആത്മ ആത്മാവ്, തോഷണം സംതൃപ്തി. സർവം തദിദമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാ നഖ. ജന്മ കർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. അല്ലയോ വ്യാസദേവ, അങ്ങ് സർവവിധ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. സർവതദിദം ആഖ്യാതം യത് പൃഷ്ടോഹം ത്വയാ അനഘ. അല്ലയോ വ്യാസദേവ, അങ്ങ് സർവവിധ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. എന്റെ ജനനത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിനായുള്ള എന്റെ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങ് ആരാഞ്ഞതൊക്കെ അപ്രകാരം ഞാൻ വിശദീകരിച്ചു. അങ്ങ് ചോദിച്ചതൊക്കെ ഞാൻ വിശദീകരിച്ചു. എന്റെ ആത്മസാക്ഷാത്കാരത്തിനായുള്ള എന്റെ കർമ്മത്തെയും ജനനത്തെക്കുറിച്ചും അങ്ങ് എന്നോട് ചോദിച്ചതിനെല്ലാം ഞാൻ വിശദീകരിച്ച് മറുപടി തന്നു, അല്ലെ? അതാണ് ഈ അഞ്ചാമത്തെ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്രകാരം ഞാൻ വിശദീകരിച്ചു. അങ്ങയുടെ സ്വസംതൃപ്തിക്കും ഇവ പ്രേരകങ്ങളായി തീരും. കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? എന്നാൽ അതേ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ശ്ലോകം. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഇതിൽ എത്ര ഇമ്പോർട്ടൻ്റ് ശ്ലോകമുണ്ട്? ഒരുപാട് ഇമ്പോർട്ടൻ്റ് ശ്ലോകമുണ്ട്, അല്ലെ? 18,000 ശ്ലോകങ്ങളുണ്ട്. അതില് അനേകം ഇമ്പോർട്ടൻ്റ് ശ്ലോകങ്ങളുണ്ട്. ചിലപ്പോൾ ഒന്നുമായിട്ട് അടുത്തടുത്ത് വരും. അപ്പൊ ഇതും നമുക്ക് ഗഹനമായി പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. സർവം തദിദമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാ നഖ. ജന്മ കർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. ഭവ അങ്ങേക്ക്. അപ്പോ ഇവിടെ നാരദ ഋഷി എല്ലാം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. ഇനിയൊരു 3 ശ്ലോകം കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം തീരുകയാണ്. പുതിയ അധ്യായമാണ്. 6ാമത്തെ അധ്യായം തീരുകയാണ്. ഇതോടുകൂടി നാരദ ഋഷി സംസാരം നിർത്തുകയാണ്. നാളത്തെ ശ്ലോകത്തില് ഇങ്ങനെ സംസാരിച്ചു എന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂതനാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. സൂതമുനി ഇതൊക്കെ നൈമിഷാരണ്യത്തിൽ വെച്ച് നടക്കുന്നതാണ്. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതമുനി ശൗനകാദികൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുവെന്ന് നാരദ ഋഷിയെ വ്യാസദേവൻ കാണുന്നതും, നാരദ ഋഷി സ്വന്തം പൂർവജന്മ വൃത്താന്തം കുറിച്ച് പറയുന്നതും, ഭാഗവതത്തിന്റെ മഹിമയെ കുറിച്ച് വർണ്ണിക്കുന്നതും, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്
ഈ നൈമിഷാരണ്യ വനത്തിലാണ്. ഇന്നത്തെ ശ്ലോകത്തോടു കൂടി നാരദ ഋഷി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാരദ ഋഷി പറയാണ്, അല്ലയോ വ്യാസദേവ, അങ്ങ് സർവവിധ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. അപ്പൊ വലിയൊരു ക്വാളിഫിക്കേഷൻ ആണത്. ഭഗവാന്റെ കഥ പറയുന്ന ആള്, ഭഗവാന്റെ മുകുന്ദ ലീല ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ആള് സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കണം. അപ്പൊ അതിനുള്ള ക്വാളിഫിക്കേഷൻ വ്യാസദേവനുണ്ട്. ഒന്ന്, ഭഗവാന്റെ നേരിട്ടുള്ള സാഹിത്യ സംബന്ധ അവതാരം. അത് മാത്രമോ, അനഘ, സർവ പാപങ്ങളിൽ നിന്നും മേലെയാണ് അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ടും മാനവരാശിക്ക് വേണ്ടി ഒരു എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ പറയണോ, യന്ത്രാരൂഢാനി മായയ, നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു യന്ത്രം വാങ്ങിയാണ് നിങ്ങൾ, ജസ്റ്റ് ലൈക്ക് ഒരു മൊബൈൽ വാങ്ങിയാണെങ്കിൽ അതിനൊരു യൂസർ മാനുവൽ കിട്ടും അല്ലെ, മെഷീൻ. അതേമാതിരി നമ്മുടെ ഒരു ബോഡി, നമുക്ക് കിട്ടിയ ഈ ശരീരം, ആത്മാവ് ശാശ്വതമാണ് എങ്കിലും നശ്വരമായ ഒരു ശരീരം യന്ത്രാരൂഢാനിമായ ഒരു യന്ത്രമാണ്. ആ യന്ത്രത്തിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി, ലക്ഷ്യ ഉപയോഗത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അതിൻ്റെ ഒരു യൂസർ മാനുവലാണ് ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ. ഭഗവത്ഗീത തിയറിറ്റി അല്ലെ, തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂസർ മാനുവൽ എല്ലാം എഴുതിയ കാണുന്നു. എന്നാൽ തിയറി പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ആ തിയറിയെ പ്രാക്ടിക്കലി ഒരാൾ ചെയ്ത് കാണിക്കുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇപ്പൊ ഒരു ബെഞ്ച് ഉണ്ടാക്കണം എങ്കിൽ അതിന് ഉളി ഉണ്ടാവും, ആണി ഉണ്ടാവും, അതേമാതിരി ചുറ്റിക ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഈ തടി എന്തിനാണ്, എങ്ങനെ ഇരിക്കും. അതേസമയം അതേ ഇതെല്ലാം വച്ചിട്ട് അതേമാതിരി പടം വരച്ച് ഇനി ഒരാൾ അവിടെ കൊണ്ടുവന്ന് അയാൾ അതിനെ ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് അല്ലെ. കുക്കിംഗ് അതേമാതിരി കുക്കറി ഷോ അല്ലെ, ഓരോന്ന് കാണിക്കും. കടുക് 50 ഗ്രാം, ജീര 50 ഗ്രാം, ഇതെല്ലാം കൂടെ ഇടും. അവര് തന്നെ പറയും, ആഹാ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കറി ശരിയായി കേട്ടോ, അവര് തന്നെ അങ്ങ് പറയാ. അപ്പോ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആ യൂസർ മാനുവലുണ്ട്. അപ്പൊ ഇവിടെ നാരദ ഋഷി പറയുകയാണ്, എന്റെ ജനനത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിനായുള്ള എന്റെ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങ് ആരാഞ്ഞതൊക്കെ അപ്രകാരം ഞാൻ വിശദീകരിച്ചു. ആദ്യം അങ്ങ് പാപരഹിതനാണ്, ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. പിന്നെയോ തിയറി അല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധകന്റെ ജീവിതം, അതും സ്വന്തം ജീവിതം, പൂർവജന്മ ജീവിതം വ്യാസദേവന് നേരെ തുറന്നു കാണിക്കുകയാണ് നാരദമുനി. കൂടാതെ അങ്ങനെ തുറന്നു കാണിച്ചു എന്നും പറയുകയാണ്. എന്തിനു വേണ്ടിയാ? ഇത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടാ. അത് മാത്രമല്ല, അങ്ങയുടെ സ്വസംതൃപ്തിക്കും ഇവ പ്രേരകങ്ങളായി തീരും. ഇതിനു മുമ്പേ സംതൃപ്തി ഇല്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഇത് ഒരു ഭക്തന്റെ കഥ അങ്ങയുടെ സംതൃപ്തിക്ക് പ്രേരകങ്ങളായി തീരും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ നാരദൻ പറയാണ്, ഞാൻ ഓൾറെഡി എൻ്റെ കേസ് സ്റ്റഡി അങ്ങേക്ക് പറഞ്ഞു തന്നു. ആരുടെ കേസ് സ്റ്റഡിയാണ്? നാരദമുനിയുടെ കേസ് സ്റ്റഡി. നാരദമുനിയുടെ കേസ് സ്റ്റഡി എന്താണ്? ഡിവോഷൻ ടു കൃഷ്ണ. കൃഷ്ണനെ എങ്ങനെ ഭക്തിയിൽ കൂടി എളുപ്പമായിട്ട്
ചില ആചാരങ്ങളാൽ ആചരിച്ചുകൊണ്ട് കൃഷ്ണനിലേക്ക് എത്താം. അതാണ് ഭക്തിയോഗം. ഇവിടെ നാരദ ഋഷിയുടെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സാമീപ്യം കിട്ടുക, ഭഗവാനെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ആ ലാഭം കിട്ടുക. സോ പിന്നെയും നാരദ ഋഷി പറഞ്ഞു, ഞാൻ എങ്ങനെ, അപ്പൊ നാരദ ഋഷി അത് കൂടാതെ തന്നെ ഭക്തിയുത ജീവിതത്തില് എങ്ങനെ പ്രോഗ്രസ് ഉണ്ടാക്കാമെന്നും അദ്ദേഹത്തിന്റെ ലൈഫിൽ കൂടി തന്നെ പറഞ്ഞു. കൂടാതെ 14 എന്താ പറയുക 14 സ്റ്റേജസ് ഓഫ് ഡിവോഷണൽ സർവീസ്, 14 തരമായ സ്റ്റേജുകൾ വിധിഭക്തിയിൽ കൂടി ക്രമേണ ശുദ്ധഭക്തിയിലേക്ക് എത്തുന്നവര് സ്റ്റേജ്, അതും പറയേണ്ടായി. ദെൻ ഓരോ സ്റ്റേജിലും അദ്ദേഹം എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, ശ്രവണം, അതേമാതിരി കീർത്തനം, ഓരോ സ്റ്റേജിലും അദ്ദേഹം എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അത് കൂടാതെ നാരദ ഋഷി പറയാണ്, നിന്റെ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷനും ഇത് ഒരുപാട് ഗുണം ചെയ്യും എന്നാ പറയണേ. അപ്പോ ഇനിയൊരു ഭക്തന്റെ പ്രോഗ്രസ്, ഭക്തിപാതയിലുള്ള ഭക്തിപന്ഥാവിലുള്ള ഇനിയൊരു ഭക്തന്റെ ഭക്തവിജയം, ആ പ്രോഗ്രസ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും വളരെയധികം നറിഷിംഗ് ആണ്, അല്ലെ, കൂടുതലായിട്ട് ചെയ്യാൻ തോന്നുന്നതാണ്. അപ്പൊ സ്മൃതി എന്ന് പറഞ്ഞാൽ അതാണ്. ശ്രുതി, ന്യായ, സ്മൃതി. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ഹിയറിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ്, കേൾക്കുക, ഹൃദയത്തിൽ എഴുതി വയ്ക്കുക, അത്ര തന്നെ. പക്ഷേ അതില് എല്ലാം ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് ഡിവോഷൻ ഇല്ല ശ്രുതിയില്. അത് മാത്രമല്ല, ആ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങള്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ ഭക്തി ഒരാൾക്കും മനസ്സിലാവില്ല. അത്രയ്ക്ക് തീഷ്ണ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അടുത്ത ന്യായ വന്നു, ലോജിക്, അല്ലെ. ആ ഒരു ശ്രുതിയിൽ ഉണ്ടായിരുന്ന പരമസത്യത്തിന് ലോജിക്കിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതും പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അടുത്ത സ്മൃതി വന്നത്. സ്മൃതി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററീസ് about the realized soul whose example we can follow. ഇപ്പോ ഒരാളുടെ ഹിസ്റ്ററി, ഒരു കേസ് സ്റ്റഡിയാണ് പറഞ്ഞത്. ആരുടെയാണ്? നാരദ ഋഷിയുടെ, അല്ലെ. സാക്ഷാത്കാരം, സ്വയം സാക്ഷാത്കരിച്ചു നാരദ ഋഷി. പൂർവജന്മം ഇരുന്നു കൊണ്ട് പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ചു. ഇറ്റ് ഇസ് എ ഹിസ്റ്ററി അബൌട്ട് ദി റിയലൈസ്ഡ് സോൾ. അപ്പോ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളുടെ ചരിത്രം, whose example we can follow. അപ്പൊ അങ്ങനെയുള്ളവരുടെ എക്സാമ്പിൾ, മാതൃക ഉള്ളത് കൊണ്ട് അത് കണ്ട് നമുക്കും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാലും അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ എന്നാണ് നമ്മൾ നോക്കാറുള്ളത്, അല്ലെ. അല്ല, ഇനി ഒരാൾ അല്ലെങ്കിൽ ഇനി ഒരു വീട് ഇനി ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യാം. അപ്പൊ സ്മൃതിയിലാണ് ഈ ഭാഗവതം വരുന്നത്. പുരാണങ്ങളെല്ലാം സ്മൃതിയാണ്. എന്നാൽ സാധാരണ പുരാണമല്ല ഭാഗവതം. ഇങ്ങനെയുള്ള ഒരു റിയലൈസ്ഡ് സോൾ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ, നേടിയ ആത്മാവിന്റെ മാത്രം ചരിത്രമല്ല, പിന്നെയോ 100 കണക്കിന്. അതാണ് ശ്രീമദ് ഭാഗവതം. സോ ഇവിടെ വ്യാസദേവൻ ഇതിനു മുൻപേ വേദാന്ത സൂത്രം എഴുതി, തൃപ്തിയായില്ല. അതിനു മുമ്പേ
ഉപനിഷത്ത് എഴുതി, മഹാഭാരതം എഴുതി, എന്തിനേറെ പറയുന്നു, വേദാന്തം വരെ എഴുതിയിട്ടും അദ്ദേഹം തൃപ്തിയായില്ല. അപ്പൊ അദ്ദേഹം, നാരദ ഋഷി പറയുന്നു, യു വിൽ ബി സാറ്റിസ്ഫൈഡ് ബൈ ഗ്ലോറിഫൈങ് കൃഷ്ണ. അതവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ, എത്ര ലീല ഹരേർ അനുവർണിത, ഭഗവാന്റെ ലീലകൾ അനുവർണിക്കുക എന്ന ദൗത്യം അദ്ദേഹം കൊടുക്കുക. വേറെ ഒന്നിലും തൃപ്തിയില്ല. അതുകൊണ്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും അതും തമ്മിലുള്ള ഭക്തിയുത സേവനത്തിനെ കുറിച്ചുമൊക്കെ അനുവർണനം ചെയ്യണം. റിപ്പീറ്റഡ്ലി എഴുതുകയാണ് എങ്കിൽ നീ തൃപ്തിയാവും, അല്ലേ? അല്ലയോ വ്യാസദേവ, ഇതിനു മുമ്പേ ഉള്ള ഈ 4 പുരുഷാർത്ഥങ്ങളുടെ ബിസിനസ് എത്ര ചെയ്തിട്ടും നിനക്ക് തൃപ്തി ഉണ്ടായില്ലല്ലോ, അല്ലെ? ബിസിനസ് ചെയ്യുമ്പോൾ ലാഭം കിട്ടും. പക്ഷേ ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷ ബിസിനസ് അദ്ദേഹം വേദങ്ങളും ശാസ്ത്രങ്ങളും എഴുതിയിട്ട് അദ്ദേഹത്തിന് തൃപ്തി ആയില്ല. പ്രോഫിറ്റ് കിട്ടിയില്ല എന്നാ പറയുന്നത്. പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവോ? ഇല്ല. അങ്ങനെ തൃപ്തി ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അവിടെ നാരദ ഋഷി വരേണ്ടായത്. ഇവിടെ നാരദ ഋഷി സ്വന്തം ലൈഫ് എക്സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇത് വച്ച് നിനക്ക് തൃപ്തിയാവാൻ പറ്റും എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ലൈഫ് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പുരുഷാർത്ഥങ്ങളും മറ്റുള്ള ഉപനിഷത്തും വേദങ്ങളും മറ്റുള്ളത് എല്ലാം തന്നെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരില്ല. പക്ഷേ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും നാരദ ഋഷി പറയുന്ന ഓരോ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം, തെളിവോടുകൂടി മനസ്സിലാക്കാം, ഇതെല്ലാം ഭക്തിക്ക് താഴെയുള്ള സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രക്രിയകളും കാര്യങ്ങളുമാണ്. ഭക്തിയോട് ഒപ്പം ഒരിക്കലും എത്തില്ല. സോ അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഭക്തന്റെ ജീവിതവും എക്സ്പ്ലനേഷനും എക്സ്പീരിയൻസ് എല്ലാം തന്നു, അല്ലെ? മെയിൻലി ബിക്കോസ് ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്യുന്ന, അല്ലെങ്കിൽ ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞ്, ഒരാൺകുട്ടി ആ ഭക്തിയുടെ പരമമായ അവസ്ഥയിലേക്ക് എത്തി. ഒടുവിൽ ഈശ്വരനെ കേൾക്കാൻ പറ്റി, ഈശ്വരന്റെ ഹൃദയത്തിൽ പ്രാദുർഭവിക്കേണ്ടായി, അല്ലേ? ബിക്കോസ് ഓഫ് അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്. ഭക്തി വേദാന്തികളുമായിട്ടുള്ള അസോസിയേഷൻ കിട്ടി. അപ്പൊ ഞാൻ ഒരെണ്ണമാണ് തന്നത്. സോ ദിസ് ഈസ് വൺ കേസ് സ്റ്റഡി. ഇത് ഒരു കേസ് സ്റ്റഡിയാണ് ഒരു ഭക്തന്റെ. ബട്ട് ലൈക്ക് ദിസ് ദർ ആർ 100 ഓഫ് കേസ് സ്റ്റഡി. പക്ഷെ ഇതേമാതിരി അനേകം കേസ് സ്റ്റഡീസ് ഉണ്ട് ഭക്തന്മാരും ഭഗവാനും തമ്മിലുള്ള. ഭാഗവതം ഈസ് ഫിൽഡ് വിത്ത് the practices and perfection of devotion service of so many devotees. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള 100 കണക്കിന് ഭക്തന്മാരുടെ പരിശീലനവും അതേമാതിരി തന്നെ അവർ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണത നേടിയതും, അത് മാത്രമല്ല ഭഗവാനുമായിട്ടുള്ള റെസിപ്രൊക്കേഷനും, ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. പ്രഹ്ലാദൻ, അംബരീഷൻ, പാണ്ഡവര്, ഉത്തമ ഭക്തിയിലെത്തിയ ഗോപികമാർ, യഥാ വ്രജഗോപികാനാം. അങ്ങനെ ഭാഗവതത്തില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹിസ്റ്ററീസ് അബൌട്ട് ദ റിയലൈസ്ഡ് സോൾസ് ഹൂസ് എക്സാമ്പിൾ വി ക്യാൻ ഫോളോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രഹ്ലാദ, അംബരീഷ, പാണ്ഡവ, ഇങ്ങനെയുള്ള ആത്മസാക്ഷാത്കാരം ലഭിച്ച ഭക്തന്മാരുടെ ജീവിതം നമ്മൾ കേൾക്കുന്നത് കൊണ്ട് വി ക്യാൻ ഓൾസോ ഫോളോ, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ തൃപ്തി ഉണ്ടാവും എന്ന് പറയുന്നത്. അവരുമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ റെസിപ്രൊക്കേറ്റ് ചെയ്തത്, എങ്ങനെയുള്ള ഡീലാണ് ഭഗവാൻ വെച്ചത് അവരുമായിട്ട്. അതുകൊണ്ട് ഹേ വ്യാസദേവ, നീ മുൻപ് ചെയ്തിട്ടുള്ള
വേദങ്ങളോ ഉപനിഷത്തോ മഹാഭാരതം ഉൾപ്പെടെ വേദാന്ത സൂത്രം ഉൾപ്പെടെ ഷഡ്ദർശനങ്ങൾ ഉൾപ്പെടെ ഒന്നും പൂർണ്ണമായ തൃപ്തി ഒരുവന് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു ഭക്തൻ, എന്റെ ചരിതം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. അതേമാതിരി നൂറുകണക്കിന് ഭക്തന്മാരുടെ ചരിതമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആ ഭാഗവതം അങ്ങനെ ആ ഭാഗവതം എഴുതുന്നത് കൊണ്ട് തീർച്ചയായും നമുക്ക് പൂർണ്ണമായ തൃപ്തി ഉണ്ടാവും. അവിടെ നാരദ ഋഷി സ്വന്തം ജീവിതം തന്നെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജന്മകർമ്മ രഹസ്യം മേ ഭവതശ്ചാത് ആത്മതോഷണം. ആത്മതോഷണം, അങ്ങയുടെ സ്വസംതൃപ്തിക്കും ഇവ പ്രേരകങ്ങളായിത്തീരും. അല്ലെ? എന്ത് ചെയ്യാനാ? മുന്നോട്ട് എഴുതാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ. അപ്പോ ആരാണോ ഭക്തന്മാരുടെ, ഇപ്പൊ നാരദ ഋഷി വ്യാസനോട് പറയുന്നു എന്റെ ജീവിതം നിനക്ക് പ്രേരകമായി തീരും. അതേമാതിരി അങ്ങനെയുള്ള നൂറുകണക്കിന് നാരദ ഋഷിയെ പോലുള്ള നൂറുകണക്കിന് കൃഷ്ണഭക്തന്മാരുടെ ചരിതമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. ഭാഗവതത്തിന്റെ ഒരു വിവക്ഷയാണ്. ഭാഗവതം എന്നാൽ ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. ഇത്രയും ഈ 18,000 ശ്ലോകങ്ങൾ ഇത്രയും ഭാഗവതാനാം ചരിതം, ഭഗവത് ഭക്തന്മാരുടെ ചരിതം, ചരിത്രമാണ് എന്നാ പറയുന്നത്. അവ കെട്ടുകഥ ഒരു കഥയായിട്ട് മായാവി, കുട്ടൂസൻ, രാജു രാധ ഇതൊന്നുമല്ല, അല്ലെ? ബോബനും മോളിയോ അങ്ങനെയുള്ള കെട്ടുകഥകളല്ല. പിന്നെയോ ഓരോ ഭക്തന്റെയും ഭക്തവിജയത്തിന്റെയും ശ്രീകൃഷ്ണ ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെയും ഗാഢപ്രേമത്തിന്റെയും ചരിത്രമാണ്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാന്റെ ചരിത്രമായതുകൊണ്ട്, അതേമാതിരി ഇവിടെ നാരദ ഋഷി വ്യാസനോട് പറയുന്നു, ഞാനൊരു ഭക്തനായതുകൊണ്ട് എൻ്റെ ചരിത്രം നിനക്ക് തീർച്ചയായും പ്രേരകമായി തീരും മുന്നോട്ട്. അതേമാതിരി എന്നെ പോലെ അനേകം ഭക്തന്മാരുടെ ചരിതം എഴുതി നിറയ്ക്കൂ എന്നാ പറയുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയാണെങ്കിൽ ആത്മാ സുപ്രസീദതി, എല്ലാ ആത്മാക്കളും തൃപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ എന്താ പറയാ, പരിപൂർണമായിട്ട് പ്രൂവ് ചെയ്യാണ്. ഒരു വേദം കൊണ്ടോ 4 വേദം കൊണ്ടോ അനേക ഉപനിഷത്തുകൾ കൊണ്ടോ ഷഡ്ദർശനങ്ങൾ കൊണ്ടോ മഹാഭാരതം കൊണ്ടോ ബ്രഹ്മസൂത്രം കൊണ്ടോ ഇത് കൊണ്ടൊന്നും ഒരാൾക്കൊരു പൂർണ്ണമായ തൃപ്തിയോ പൂർണ്ണതയോ വരില്ല. പൂർണ്ണത വരണമെങ്കിൽ ഭാഗവതത്തിലേക്ക് എത്തി. ഭാഗവതാനാം ചരിതമിതം ഭാഗവതം. ഭാഗവത ചരിതങ്ങൾ നമ്മൾ മനസ്സിരുത്തി വായിക്കുകയും കേൾക്കുകയും അനുഷ്ഠിക്കുകയും, അല്ലെ? വി ക്യാൻ ഓൾസോ ഫോളോ. ഭക്തരെ നമുക്ക് ഫോളോ ചെയ്യാം. ആ ഭക്തൻ ഇങ്ങനെയാണ് എന്നാ അങ്ങനെ ഫോളോ ചെയ്യാം. നമോ മഹാദേവോ പഞ്ചമുഖേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ. 5 മുഖവും വെച്ച് മഹാദേവൻ രാമമന്ത്രം ജപിക്കുന്നു. അതേമാതിരി നമുക്ക് ചെയ്യാം, അല്ലെ? നമോ ചതുർമുഖോ ബ്രഹ്മദേവോ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. 4 മുഖവും വെച്ച് ബ്രഹ്മദേവൻ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കും. അവര് ജപിക്കുന്നതിന് താല്പര്യമില്ല, പക്ഷെ ശിവനെ പോലെ വേറെ പലതും ചെയ്യാൻ താല്പര്യമാണ്, അല്ലെ? ശിവൻ വന്നിട്ട് ഏതോ ഒരു പിക്ചറിൽ കണ്ടു ഗഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തിരുമണ്ടനാണെന്ന് വരച്ചതെന്ന് അറിയില്ല. മഹാദേവൻ അങ്ങനെ കഞ്ചാവൊന്നും വലിക്കില്ല, അല്ലെ? അപ്പൊ കഞ്ചാവ് വലിക്കുന്നുണ്ടപ്പോ എല്ലാവർക്കും കഞ്ചാവ് വലിക്കണം, അങ്ങനെ കഞ്ചാവ് വലിക്കുന്ന. അതേമാതിരി ശിവന്റെ കഴുത്തില് വലിയ പാമ്പുണ്ട്. ആ പാമ്പിടില്ല. അപ്പോ ഭക്തന്മാരുടെ ചരിതം, അതാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ ശ്രീമദ് ഭാഗവതം, ഭാഗവതാനാം ചരിതമിതം ഭാഗവതം. ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് തൃപ്തിക്കുണ്ടാവും, നമുക്ക് തൃപ്തിയും ഉണ്ടാവും, മുന്നോട്ടുള്ള ഭക്തിയിലേക്കുള്ള പ്രേരകമായിട്ടും വർത്തിക്കും ഈ ഭാഗവതം.
ഭാഗവതത്തിന്റെ മേന്മയാണ് ഇവിടെ പറയുന്നത്. സർവം തദനിതമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാ അനാഥ ജന്മകർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവത്ഗീതയുടെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം എഴുതിയതിനു ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ വ്യാസൻ വേറെ ഒന്നും എഴുതേണ്ടി വന്നില്ല. കാരണം ഇത് മതി എല്ലാവർക്കും. ഈ ഒരൊറ്റ മഹത് ഗ്രന്ഥം, ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥവും കത്തിക്കരിഞ്ഞാലും കുഴപ്പമില്ല, ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കൂടെ ഭാഗവതം ഉണ്ടെങ്കിൽ നമുക്ക് സദ്ഗതി ഉണ്ടാവും. നമുക്ക് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പരമമായ ധർമ്മത്തിലൂടെ ഒടുവിൽ ഭഗവത് ധാമത്തിലേക്ക് എത്താൻ പറ്റും, ഭഗവത് ഭക്തനായിട്ട് മാറി. അതാണ് ഭാഗവതത്തിന്റെ വൈശിഷ്ട്യത. ഇവിടെ നാരദ ഋഷി എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഭാഗവതം ടെലികാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബാക്കിയുള്ളതെല്ലാം തൃപ്തി എത്തില്ല, അല്ലെ? അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേ അങ്ങനെ ആയിരുന്നല്ലോ. വ്യാസദേവന് തൃപ്തിയില്ലായിരുന്നു. പുരാണങ്ങളെല്ലാം എഴുതി, മഹാഭാരതം എഴുതി, എല്ലാം എഴുതിയിട്ടും തൃപ്തിയില്ല. അതിന്റെ അർത്ഥം അത് പൂർണ്ണതയില്ല എന്നാണ്. അതിലൊന്നും പൂർണ്ണത്വം ഇല്ല എന്നാണ് അതിനർത്ഥം. പിന്നെ നാരദ ഋഷി വന്ന് ഭാഗവതം എഴുതാൻ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ചെറിയൊരു സംശയം, അത് മാത്രം എഴുതിയാൽ മതിയോ? അപ്പോഴാണ് നാരദ ഋഷി ഭാഗവതം ഭക്തിയും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒന്നിച്ചുള്ള കൂട്ടായ്മ അടങ്ങുന്ന അനേകം ഭക്തന്മാരുടെ ചരിതമായ ശ്രീമദ് ഭാഗവതം, ആ ഭാഗവതത്തിലെ ഭക്തിയും ഭക്തിയുത ജീവിതത്തിലെ പരിപൂർണതയും സ്വയം എക്സ്പീരിയൻസ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ പൂർവ്വജന്മ വൃത്താന്തം പറയാണ്. അവിടെ ഭക്തി നിറഞ്ഞു നിൽക്കുന്നു, ഭക്തി പ്രക്രിയ നിറഞ്ഞു നിൽക്കുന്നു, ഭക്തനും ഭഗവാനും തമ്മിലുള്ള റെസിപ്രക്കേഷൻ നിറഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറമായിട്ട് ഭാവിയിൽ ഒരു വലിയൊരു പ്രതീക്ഷയും നിറഞ്ഞു നിൽക്കുകയും അത് സാക്ഷാത്കരിക്കുകയും നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ 100 ഭക്തന്മാരുടെ കഥയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ഇനി പിന്നാമ്പുറത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പറയണ ആരാണ്? വ്യാസൻ ഭാഗവതമൊക്കെ പറഞ്ഞിട്ട് പോയി. അനേക കാലം കഴിഞ്ഞിട്ടാണ്, എത്ര കാലം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അനേക കാലം കഴിഞ്ഞിട്ടാണ് നൈമിഷേ അനിമിഷ ക്ഷേത്രേ ഋഷയ ശൗനകാദയാം സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസദാ. നൈമിഷ അനിമിഷ ക്ഷേത്രേ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. ഭക്തന്മാർക്കും ഭഗവാനും അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശൗനകൻ എന്ന പുകഴ്പെറ്റവനായ മഹാബ്രാഹ്മണ ഋഷിയായ ശൗനകാദികള് ഏകദേശം 100,000 താഴെ വരുന്ന ഋഷിവര്യന്മാരും പണ്ഡിതന്മാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സത്രം അവിടെ സംഘടിപ്പിച്ചു. അതിന്റെ ഹെഡ് ശൗനക ഋഷിയാണ്. സൂതനെയും പിടിച്ചിരുത്തി. സൂത പൗരാണികൻ ശുകമുനിയുടെ ശിഷ്യനാണ്. അപ്പോ ആ ശുകമുനിയുടെ ശിഷ്യനായ സൂതൻ ശൗനകാദികളെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? വൺസ് അപ്പോൺ എ ടൈം, അല്ലെ? അങ്ങനെ തുടങ്ങിയാണ് നാരദ ഋഷി. വ്യാസദേവൻ ഇങ്ങനെ എഴുതാൻ നോക്കിയപ്പോ നടന്നില്ല, വലിയ അതൃപ്തി ഉണ്ടായി. അപ്പോഴാണ് നാരദ ഋഷി വരുന്നത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5ഉം 6ഉം അധ്യായത്തില്. അങ്ങനെ ബ്രഹ്മപുത്ര അവതാരം കഴിഞ്ഞു. ഇവിടെ നാരദ ഋഷി വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ശൗനകൻ ഇത്രയും പറഞ്ഞ് സംസാരിക്കുകയാണ്. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ വസുദേവതനൂജായ വാസുദേവായ മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.